ഹലോ ഗ്രീൻ മീഡിയാസിലേക്ക് സ്വാഗതം. സർവകാല റെക്കോർഡുകളും തകർത്തെറിഞ്ഞുകൊണ്ടാണ് ദൃശ്യം 3യുടെ ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. 35,000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ് ഇപ്പോൾ മണിക്കൂറിൽ വിറ്റുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മണിക്കൂറിൽ 30,000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണെങ്കിൽ ഈ മണിക്കൂറിൽ 35,000 കിടക്കുന്നു. ആദ്യ അഭിപ്രായങ്ങൾ പുറത്തു വന്നതോടെ തിയേറ്ററിൽ തീ പിടിപ്പിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൻ്റെ തെളിവാണ് ഇപ്പോൾ ബുക്കിങ്ങും നമുക്ക് കാണാൻ കഴിയുന്നത്. ബുക്ക് മൈ ഷോ ചുട്ട് ചാമ്പലാക്കിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഈ ഒരു സിനിമ ഇതുവരെ ടിക്കറ്റ് ബുക്ക് ചെയ്യാത്തവരാണെങ്കിൽ ഒരുപക്ഷെ ഒരാഴ്ച കഴിയേണ്ടി വരും ഈ ഒരു സിനിമ കാണാൻ വേണ്ടി. അത്രത്തോളം ഗംഭീരമായിട്ടുള്ള ബുക്കിംഗാണ്. ദൃശ്യം പവർ, മോഹൻലാൽ പവർ ബോക്സ് ഓഫീസിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെ തന്നെയാണ്. ഒരുപക്ഷെ എമ്പുരാൻ എന്ന ചിത്രത്തിൻ്റെ ഈ 10 ഇരട്ടി ഗംഭീരമായിട്ട് തന്നെയാണ് ദൃശ്യം 3യുടെ ഈ ഒരു റെസ്പോൺസ് നമുക്ക് കാണാൻ കഴിയുന്നത്. സിനിമ ഫസ്റ്റ് ഹാഫ് മികച്ചു നിൽക്കുന്നു, സെക്കൻഡ് ഹാഫ് അതിനു മുകളിൽ നിൽക്കുന്നു എന്നുള്ള ഒരു റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ മോഹൻലാലിൻ്റെ അതിഗംഭീര പെർഫോമൻസ് തന്നെ ഹൈലൈറ്റ് ചെയ്യുന്നു ഈ ഒരു ദൃശ്യം 3യിൽ. ആദ്യ മണിക്കൂർ അല്ലെങ്കിൽ സിനിമ കഴിഞ്ഞ് ആദ്യ മണിക്കൂറിൽ കിട്ടുന്ന റെസ്പോൺസ് വെച്ച് നോക്കുമ്പോൾ ഇന്ന് സിനിമ 100 കോടി എത്താനുള്ള എല്ലാ ചാൻസുകളുമുണ്ട്. ആദ്യ ദിനം വേൾഡ് വൈഡായിട്ട് സിനിമ 65-നും 100 കോടിക്കും ഇടയിലായിരിക്കും എന്നുള്ളത് ഉറപ്പിക്കുകയാണ്. ആദ്യ 2 ദിനങ്ങൾ കൊണ്ട് സിനിമ 150 കോടിയിലേക്ക് കയറുമെന്നുള്ള പ്രതീക്ഷയിലേക്ക് വരുന്നു. ഇനി വരുന്ന ശനി ഞായർ ദിനങ്ങളോടെ സിനിമ 200 കോടിയും കടന്ന് 300 കോടിക്ക് മുകളിലേക്ക് പോകുമെന്നുള്ള ഉറപ്പിക്കുകയാണ്. അതെ, നമ്മൾ പറഞ്ഞു ഈ ഒരു സിനിമ ആവറേജ് ആണെങ്കിലും എബോവ് ആവറേജ് ആണെങ്കിലും ബിലോ ആവറേജ് ആണെങ്കിലും 150 കോടി സിമ്പിളായിട്ട് അടിക്കുമെന്നുള്ള ആ രീതിയിൽ തന്നെയുള്ള കാര്യങ്ങളാണ് സിനിമയ്ക്ക് പോകുന്നത്. അപ്പോൾ സിനിമയ്ക്ക് പോസിറ്റീവ് കൂടി വന്നപ്പോൾ ഏത് റേഞ്ചിലേക്ക് പോകുമെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. എന്തായാലും ഇത് മോഹൻലാൽ പവർ തന്നെയാണ് നമുക്ക് ബോക്സ് ഓഫീസിൽ കാണാൻ കഴിയുന്നത്. അത്ര ഗംഭീരമായിട്ടുള്ള ബുക്കിംഗാണ്. വേറെ നമുക്ക് ഒരു സിനിമയ്ക്കോ വേറെ ഒരു നടൻ്റെ സിനിമയ്ക്കോ ഇത്രത്തോളം ബുക്കിംഗ് നമുക്ക് കാണാനില്ല എന്നുള്ളത് തന്നെയാണ്. അതെ, ആളുകൾ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി അമ്മാതിരി കൊടൂര ബുക്കിംഗാണ് കാണാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ജോർജ് കുട്ടിയും ഫാമിലിയും നമ്മളുടെ തൊട്ടടുത്തുള്ള ഒരാളായി അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഒരാളായി നമ്മൾ സ്വീകരിച്ചിട്ട് വർഷങ്ങൾ കഴിയുന്നു. ഇപ്പോൾ അതേ മെൻറ്റാലിറ്റിയിൽ തന്നെ നമ്മൾ കൊണ്ടുപോകുന്നു. അപ്പോൾ വീഡിയോസ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് തരാം. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ എവിടെയാണ് കണ്ടത്, നിങ്ങൾ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളുമൊക്കെ ഒന്ന് രേഖപ്പെടുത്താം. പലർക്കും പല അഭിപ്രായങ്ങളെയും തീർച്ചയായും അത് കമൻസിലൂടെ പറയാം. ഗ്രീൻ മീഡിയാസ്.